ഭൂമിയിൽ മനുഷ്യരിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 8000 അടി മുകളിലുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. കാരണം ഭൂമിയിലേക്ക് ഒരു വ്യത്യസ്തമായ ക്രീച്ചേഴ്സ് വന്ന് മനുഷ്യരെ എല്ലാം കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇയാളുടെ മകൻ രാത്രി ഓക്സിജൻ കിട്ടാതെ ബുദ്ധിമുട്ടുന്നു. അങ്ങനെ അയാൾ 8000 അടി താഴേക്ക് പോയി ഓക്സിജൻ എടുക്കാൻ തീരുമാനിക്കുന്നു. അതിനായി അയാളോടൊപ്പം ഇവരും പോകുന്നു. പോകുന്ന വഴി 2 പ്രാവശ്യം ആ ക്രീച്ചേഴ്സ് ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. ഇവളെ കൊല്ലുകയും ചെയ്യുന്നു. പിന്നീട് ഇവർ 2 പേർ മാത്രം അവിടെ നിന്ന് കിട്ടിയ ഒരു കാറിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അവിടെ വെച്ച് ഇവരെ ആ ക്രീച്ചർ അറ്റാക്ക് ചെയ്യുന്നു. അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഇയാൾ അവിടെയുള്ള ഓക്സിജൻ സിലിണ്ടർ ഷൂട്ട് ചെയ്ത് ബ്ലാസ്റ്റ് ചെയ്യിക്കുന്നു. ആ ക്രീച്ചർ അപകടം പറ്റി തറയിൽ വീഴുന്നു. എന്നാൽ ചത്തിട്ടില്ല. അപ്പോൾ അവൾ അയാളോട് ഞാൻ വർക്ക് ചെയ്തിരുന്ന ലാബിൽ പോയാൽ ആ ക്രീച്ചറിനെ നശിപ്പിക്കാനുള്ള ഒരു കെമിക്കൽ കണ്ടെത്താമെന്ന് പറയുന്നു. കാരണം സാധാരണ ഒരു ബുള്ളറ്റിന് ഈ ക്രീച്ചറിന്റെ മേൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവർ അവിടെ നിന്ന് ലാബിലേക്ക് വരുന്നു. അവൾ കെമിക്കൽസ് മിക്സ് ചെയ്ത് നോക്കുന്നു. പക്ഷെ മരുന്ന് കണ്ടുപിടിക്കാനാവുന്നില്ല. അതുകൊണ്ട് അവൾ അയാളോട് മകൻ ആവശ്യമായ ഓക്സിജനും കൊണ്ട് തിരികെ പോകാൻ പറയുന്നു. ആ ക്രീച്ചറിനെ കൊല്ലാനുള്ള കെമിക്കൽ കണ്ടെത്തിയാൽ ഞാൻ തിരികെ വരാമെന്നും പറയുന്നു. വേറെ വഴിയില്ലാതെ അയാൾ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ വേഗത്തിൽ പോവുകയായിരുന്ന അയാളുടെ കാർ മറിയുന്നു. ആ ക്രീച്ചേഴ്സ് അയാളുടെ നേരെ വരുന്നു. അയാൾ എണീറ്റ് ഓടാൻ തുടങ്ങുന്നു. ഒരു ഘട്ടത്തിൽ മുന്നോട്ട് ഓടാൻ കഴിയാതെ മരണം മുന്നിൽ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു. പെട്ടെന്ന് ആ ക്രീച്ചേഴ്സിനെ ആരോ ഷൂട്ട് ചെയ്യുന്നു. അതെല്ലാം പൊട്ടിച്ചെതറി പോകുന്നു. നോക്കുമ്പോൾ അവൾ അതിനെ കൊല്ലാനുള്ള കെമിക്കൽ കണ്ടുപിടിച്ചിരിക്കുന്നു.